ഹലോ, വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി ബ്ലോഗ്. ഞാൻ ഷീബ. എൻ്റെ പേര് ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ. എൻ്റെ പേര് ഷീബയാണ്. ഞാൻ കണ്ണൂരാണ് കേട്ടോ എൻ്റെ വീട്. ഇപ്പം ഞാൻ സെറ്റിലായിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ കുറച്ച് പേരുണ്ട് ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാൻ ഞാനങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഷീബ. ഇപ്പോൾ ഏകദേശം സമയം എത്ര 11 ആയിട്ടുണ്ട്. ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഒരു സിമ്പിൾ ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് ഫുൾ ഡാർക്കായിട്ട് പിന്നെ നമ്മൾ ഡ്രൈ ആയിട്ടൊക്കെ വരില്ലേ. അപ്പം നമുക്ക് പിന്നെ മുഖത്തെല്ലാം ഓയിലി പോലെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ പോകാനും ഒക്കെയുള്ള നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ്. എന്താണെന്നറിയോ, ആട്ടയും കൊണ്ടാണ് ഞാൻ ബ്യൂട്ടി ടിപ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഏത് ബ്യൂട്ടി ടിപ്സ് ട്രൈ ചെയ്യുമ്പോഴും ഹോം മെയ്ഡ് ആണെങ്കിലും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടി ഞാനും എൻ്റെ ഫേസിൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ 100% ചാൻസ് ഉണ്ടാവില്ല. ഹോം മെയ്ഡ് ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യാം കേട്ടോ. കുറച്ച് ടെർമറിക്കും കുറച്ച് കേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം കേട്ടോ. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മുഖത്തെ ആ പൊടികളും എന്തെങ്കിലും ഉള്ളതൊക്കെ മുഖം കുറച്ച് ക്ലീൻ ആകുമ്പോഴാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് മോരും കുറച്ച് ടെർമറിക്കും ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലെൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ടെർമറിക്കിൻ്റെ ഗുണങ്ങൾ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. മോരിൻ്റെ കാര്യം പറയാറുണ്ട്. കണ്ടോ, മോര് കണ്ടില്ലേ. ഇതിനകത്ത് നമ്മളൊരു കുറച്ച് മതി, കുറച്ച് പിഞ്ച് ഓഫ് ടെർമറിക്ക് മതി കേട്ടോ. അധികം ഇടല്ലേ. നിങ്ങൾക്ക് എത്ര വേണം അത്ര കണ്ടോ, ഒരു പിഞ്ച് ഓഫ് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ മിക്സ് ചെയ്യാം. ഞാനിപ്പോഴും ഇങ്ങനെ കൈ ഉപയോഗിച്ചുണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് പെട്ടെന്ന് എനിക്കതേ ഓർമ്മയിൽ വരത്തുള്ളൂ. നല്ലപോലെ നമ്മൾ മുഖത്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ സ്ഥലത്തും നമുക്ക് ഈ മൂക്കിൻ്റെ ഇവിടെ 2 സൈഡിലൊക്കെ നല്ലപോലെ ഇങ്ങനെ ബ്ലാക്ക് ഉണ്ടാവും. യൂഷ്വലി എന്നറിയോ, നമ്മുടെ ഈ ചുണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും പിന്നെ മൂക്കിൻ്റെ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്കായിട്ട് കാണുന്നത് എല്ലാവർക്കും അല്ലേ. അവിടെയൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഫേസിലൊക്കെ എല്ലാ സ്ഥലത്തും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ നെക്കിലിടാൻ മറക്കരുത്. ഞാൻ എല്ലാ വീട്ടിലും പറയാറുണ്ട് നെക്കിലിടണം എന്ന്. പക്ഷേ ഞാൻ ഇടാറില്ലാത്തതുകൊണ്ട്, കാരണം ഞാൻ ഇടാറില്ലെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകാനൊക്കെ ആയിട്ടായിരിക്കുമ്പോഴായിരിക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലാത്ത സമയത്തൊക്കെ നെക്കിൽ നിങ്ങളെല്ലാവരും ഇടണം കേട്ടോ. അപ്പോൾ മുഖത്തൊക്കെ നല്ലപോലെ കുറച്ച് പയ്യെ നമ്മൾ ക്ലെൻസിങ് ചെയ്യുമ്പം പയ്യെ ഒന്ന് സ്ക്രബ് ചെയ്യണം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പയ്യെ സ്മൂത്തായിട്ട് ചെയ്യാവുള്ളൂ. എപ്പോഴും നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോഴും എപ്പോഴും ഹാർഡായിട്ട് ചെയ്യരുത്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞ് നമ്മൾക്കിങ്ങനെ പയ്യെ ഒരു കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പയ്യെ തൂത്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുകുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പം കഴുകാൻ പോയില്ല. ജസ്റ്റ് ഒരു കോട്ടൺ തുണി എടുത്തങ്ങ് വെച്ചു. ഇപ്പം ഉണ്ടോ, എപ്പോഴും ഞാൻ എടുക്കാൻ മറന്നു പോകും കേട്ടോ. പൊട്ട എപ്പോഴും ഇങ്ങനെ നെറ്റിലുള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരില്ല അത് എടുത്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ മുഖം നല്ലപോലെ തുടച്ചെടുക്കുക. പയ്യെ സ്മൂത്തായിട്ട് തുടച്ചാൽ മതി. അത് വന്നില്ലെങ്കിൽ കുറച്ച് വെറ്റിയായിട്ട് നിങ്ങൾക്കത് തൂത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മുഖം ഏകദേശം കണ്ടോ, കുറച്ച് നല്ലപോലെ ക്ലീൻ ആയിട്ടില്ലേ. കണ്ടോ, മാറ്റം വന്നു കണ്ടില്ലേ. അത് ടെർമറിക്കും മോരിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. കണ്ടോ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ല സ്മൂത്തായി ഇവിടെ നല്ലൊരു ഗ്ലോനെസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം കുറച്ച് ആട്ട ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ആട്ടയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ല, ആട്ടയ്ക്കകത്ത് കുറച്ച് ടെർമറിക്കും കുറച്ച് കേർഡും കുറച്ച് അലോവേറ ജെല്ലും ഉപയോഗിച്ചാണ് ഞാൻ ഫേസ് പാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ ഉപയോഗിച്ച് അതിന് എക്സ്ട്രാ ഒരുകൂടെ ഹണിയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബും ചെയ്യാം കേട്ടോ. ഞാൻ സ്ക്രബ് കാണിക്കുന്നത് ഇപ്പം ഞാൻ ഫേസ് പാക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ആട്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് സ്പോട്ട് പോകും, അഗ്നി പോകും, പിമ്പിൾസൊക്കെ ഉള്ളതില്ലേ. അപ്പം സ്കിന്ന് നല്ല ടൈറ്റനിങ് ആകാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ ആട്ട. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് ആട്ട ഉപയോഗിച്ച് നിങ്ങൾ എന്ത് സ്ക്രബ് ചെയ്താലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ ആട്ടയ്ക്കകത്ത് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ ടാനൊക്കെ ഫേസിൽ പോകാനും സ്കിന്നൊക്കെ നല്ല ടൈറ്റനിങ് ആകാനും ബ്രൈറ്റനിങ് ആകാനും ഡാർക്ക് സ്പോട്ടിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ഗോതമ്പ് കൊണ്ടുള്ള പൊടി കേട്ടോ. അത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ആട്ട പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കേർഡ് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ആണ്, നിങ്ങൾ കാണുന്നില്ലേ. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതുപോലെ അത്ര നിങ്ങൾ കേർഡ് ഒഴിച്ചാൽ മതി. നിങ്ങൾക്കൊരു പേസ്റ്റ് രൂപത്തിൽ വേണം, അതനുസരിച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ടെർമറിക്ക് ഉപയോഗിക്കാം. ഒരു പിഞ്ച് ഓഫ് ടെർമറിക്ക്, ഒത്തിരി വേണ്ട. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫേസിന് എത്ര വേണം, ഒരു പിഞ്ച് ഓഫ് ടെർമറിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ.
പിന്നെ വേണ്ടത് അലോവേറ ജെല്ലാണ്. എൻ്റെ കയ്യിലുള്ള അലോവേറ ജെൽ തീർന്നിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കാണുന്നില്ലല്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തെന്നറിയോ, ഞാനൊരു സ്പൂണിലെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഗ്രീൻ കളറായിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഇന്ന് കടയിൽ പോയിട്ടൊക്കെ എല്ലാം വാങ്ങാനിരിക്കുകയാണ് ഞാൻ. അപ്പം നമുക്കിതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്യാം. എല്ലാം തീർന്നു, കടയിൽ പോകും കേട്ടോ, വാങ്ങാൻ മറന്നു. അപ്പം നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ല കുഴമ്പ് രൂപത്തിലാവണം നല്ലപോലെ. കാരണം ഇതിന് മാത്രം ഞാൻ സ്പൂൺ എടുത്തു. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾ വീക്കിലി 2 ടൈംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നല്ല നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എവിടെ ക്ലോത്ത് എന്തെങ്കിലും ഇട്ടിട്ട് മിക്സ് വേണം കേട്ടോ. നിങ്ങളുടെ മീൻസ് ചുരിദാറയിൽ വീഴും. ഒരു തുള്ളി എവിടെയോ വീണിട്ടുണ്ട് കേട്ടോ. എനിക്ക് പുറത്ത് വിട്ട് റെഡി ആയതല്ല ഞാൻ, സാരല്ല വിട്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നല്ലപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ടിയായിട്ടിടണം എല്ലാ സ്ഥലത്തും. അപ്പോൾ പറഞ്ഞ പോലെ കഴുത്തിൽ മറക്കരുത്. ഉണ്ടോ, എല്ലാ സ്ഥലത്തും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലും മുഖത്തും ഈ കണ്ണിൻ്റെ താഴെ കിട്ടും. ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിലും പോകും. സ്പോട്ട് എന്തുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ അത്രയ്ക്ക് നല്ല ഗുണങ്ങളാണ് ഗോതമ്പ്. അപ്പോൾ വൈറ്റമിൻ ഇ എക്സ്പെഷ്യലി നമ്മുടെ ഫേസിന് വേണം വൈറ്റമിൻ ഇ. അതെല്ലാം ഇതിനെ നമ്മുടെ ആട്ട പൗഡറിലുണ്ട്. നിങ്ങൾ ആട്ട പൗഡർ എടുക്കും, നല്ല സ്റ്റെയിൻ ചെയ്ത് നല്ല ക്ലീൻ ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അങ്ങനെ എടുക്കരുത്. കുറച്ച് നല്ലോടെ ഒന്ന് നമ്മൾ അരിപ്പിലിട്ട് അരിച്ചിട്ട് എടുക്കാവുള്ളൂ. ചിലപ്പോൾ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് മാർക്കൊക്കെ വീഴും. കണ്ടോ, ഇപ്പോൾ എല്ലായിടത്തും സ്പ്രെഡായില്ലേ? ഇത് കണ്ടോ, എല്ലാ സ്ഥലവും നല്ലപോലെ സ്പ്രെഡായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലപോലെ സ്പ്രെഡായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളങ്ങനെ ഒരു 10 മിനിറ്റ് വേണം, 5 മിനിറ്റ് വെച്ചാൽ നല്ലപോലെ ഡ്രൈ ആയിക്കോളും. ഇതങ്ങനെ പെട്ടെന്ന് ഡ്രൈ ഒന്നും ആവില്ല കേട്ടോ. നമ്മളിങ്ങനെ സ്കിന്നൊന്നും നമുക്ക് വലിഞ്ഞു പോവില്ല. അപ്പം ഞാൻ എന്നറിയോ, ഇന്ന് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ടേ എല്ലാവരും ലീവായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ഫേസ് മാസ്ക് ഒക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും അങ്ങനെ ലീവാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് ഇന്ന് കംപ്ലീറ്റ് ഇന്ന് ക്ലീനിങ് ഡേയും എല്ലാം കൂടെ മിക്സായിട്ട്. അപ്പം വൈകുന്നേരം ഉച്ച ഒരു 2-3 മണി വരെ ഞാൻ ഫ്രീ ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഇപ്പം നമുക്ക് എല്ലാം നല്ലൊരു സ്പ്രെഡ് നല്ലപോലെ ഇച്ചിരി ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഈ കുറച്ചൊരു തുമ്മൽ വന്നു, എന്തെന്നറിയില്ല. നമുക്കിതിന് പയ്യെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഞാൻ ഉണ്ടല്ലോ വാഷ് ബേസിൽ പോയിട്ട് വെള്ളം എടുത്തെല്ലാം തുടയ്ക്കുന്നത്. ഞാൻ കുറച്ച് മഗ്ഗിൽ കുറച്ച് വെള്ളം കൊണ്ടിട്ട് ടിപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖം കഴുകിയിട്ട് വരാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പം നല്ലപോലെ കണ്ടോ, നിങ്ങളെ മാറ്റം കണ്ടോ, നല്ല പിങ്കിഷ് കളറായില്ലേ. പയ്യെ തൂത്തെടുത്താൽ മതി കേട്ടോ. ക്ലോത്ത് നല്ലപോലെ വെറ്റ് ചെയ്ത് ഓരോ സൈഡ് ക്ലോത്ത് അവിടെ ക്ലോത്ത് അവിടെ ഫില്ലായി കഴിയുമ്പം വേറൊരു ക്ലോത്തിൻ്റെ വേറൊരു സൈഡ് വെച്ചിട്ട് നല്ലപോലെ തൂത്തെടുത്താൽ മതി. ഇത് കണ്ടോ, ഇപ്പം തന്നെ നോക്കി എന്ത് ഭംഗി, എത്ര മാറ്റം വന്നെന്ന് കണ്ടോ. നല്ല പിങ്കിഷ് കളറായിട്ട് നല്ലൊരു മുഖത്തെ നമ്മുടെ അഴുക്കും എല്ലാം പോയിട്ട് ഡാർക്കെല്ലാം നമ്മുടെ ഫേസിൽ, എൻ്റെ ഫേസ് കുറച്ച് ഡാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇതുകൊണ്ടോ അതെല്ലാം പോയി നോക്കി എന്ത് നല്ല കളറാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ആട്ടയും കൂടി ഇത്ര വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടല്ലോ. നമ്മൾ വയറ്റിലേക്ക് പോകുമ്പോൾ മാത്രം നമ്മൾ ആട്ടം ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കൊള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഫേസിലും നല്ല സൂപ്പറല്ലേ. എല്ലാം നല്ലപോലെ എടുക്കണം കേട്ടോ. അപ്പം നല്ലപോലെ ക്ലോത്തിൽ നല്ല തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് നല്ലപോലെ പയ്യെ ഒന്ന് ഒപ്പി എടുക്കാവുള്ളൂ. നിങ്ങൾ എപ്പോഴും നമ്മൾ ഫേസ് തുടയ്ക്കുമ്പോഴുണ്ടല്ലോ ഡ്രൈ മീൻസ് കട്ടിയായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഉരച്ച് ചിലരൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ ഫേസ് കഴുകൂലേ, അങ്ങനെയൊന്നും കഴുകരുത്. ടവലും കൊണ്ട് നമ്മളിങ്ങനെ ഒപ്പി മാത്രം എടുക്കുള്ളൂ കേട്ടോ. സാധാരണ പറയാറുണ്ട് നമ്മുടെ കൈ പോലും നമ്മളിങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ ഡ്രൈ മീൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒപ്പി എടുക്കാവുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഇപ്പം ഞാൻ കണ്ണാടി എടുത്ത് ഇത്ര സമയം കണ്ണാടി എടുത്തില്ലായിരുന്നു. കണ്ടില്ലേ, ഇപ്പം കണ്ടില്ലേ എൻ്റെ ഫേസ് കണ്ടോ, എത്ര ഗ്ലോനെസ്സായി, എത്ര കളറ് വന്നു, നല്ലൊരു ബ്രൈറ്റനിങ് അല്ലേ. നമ്മുടെ ടാനൊക്കെ പോയിട്ട് ഇവിടെ കണ്ടോ നല്ലൊരു എന്താ പറയുക സോഫ്റ്റായിട്ട് നല്ലൊരു ഗ്ലാസി സ്കിൻ പോലെ അല്ലേ. കണ്ടോ, അപ്പം നമ്മുടെ ആട്ടയുടെ ഗുണങ്ങൾ കണ്ടല്ലോ, നോക്കിയേ സൂപ്പറല്ലേ. നോക്കി, എനിക്ക് തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നു, നല്ലൊരു കൂളിങ്. നമ്മുടെ ഫേസ് നല്ലപോലെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു, നല്ല സ്മൂത്തായിട്ട്. ആ മഞ്ഞളിൻ്റെയും ആ കേടും മഞ്ഞളും എക്സ്പെഷ്യലി ആ ഗോതമ്പ് പൊടിയുടെയൊക്കെ ഇത് വീക്കിൽ നിങ്ങൾ 2 ടൈംസ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും കൊണ്ട് സ്ക്രബും ചെയ്തെടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഗോതമ്പിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് പയ്യെ നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ.
ആക്ച്വലി നമ്മുടെ ബോഡിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ബ്രഷൊന്നും അധികം ഇട്ട് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചകിരിയൊക്കെ ഇട്ട് നല്ലപോലെ ഉരച്ചൊരച്ച് കഴുകുമായിരുന്നല്ലോ. ചകിരി ഓക്കെയാണ് കേട്ടോ, പക്ഷേ ഇപ്പോഴൊരാരും പറയും ചകിരി ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഈ ഞങ്ങൾ സോഫ്റ്റായിട്ട് കുറച്ച് സോപ്പ് എടുക്കണം. നമ്മളെന്നും നമ്മുടെ മലയാളീസിന് എന്നും കുളിക്കുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഈ മാസത്തിൽ ഒരു പ്രാവശ്യം കുളിക്കുന്നവരാകുമ്പോൾ നല്ലപോലെ ചകിരിയൊക്കെ ഇട്ട് കല്ലൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങ് ഉരച്ച് കഴിയണം. നമ്മളിപ്പോൾ ഉള്ളവർക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ പയ്യൊന്ന് സോപ്പ് ഇട്ടൊന്ന് കഴിയാൻ മതിയെന്നേ. ഫേസ് കണ്ടോ എത്ര സോഫ്റ്റ് ആണെന്ന്. അയ്യോ എനിക്ക് തന്നെ കൊതിയാവുന്നു, അത്രയ്ക്ക് സ്മൂത്താണ് കേട്ടോ ഫേസ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വിട്ടിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ ഫേസിന് എന്തെങ്കിലും ഡ്രൈനെസ് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് അലോവേറ ജെല്ലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നിങ്ങൾക്ക് മുഖത്ത് തൂത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഡ്രൈനെസ് നിങ്ങൾക്ക് കുറയും. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്നാലേ എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ബൈ, സി യു. സബ് ചെയ്യാൻ മറക്കല്ലേ.